കോഴിക്കോട് നാദാപുരം തലശ്ശേരി റൂട്ടിൽ സ്വകാര്യ ബസ് പണിമുടക്ക്. ട്യൂഷന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ നൽകിയില്ലെന്നാരോപിച്ച് രക്ഷിതാക്കൾ ബസ് തടഞ്ഞിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക്. ഷബീർ ഉമർ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ഷബീർ, എന്ത് പറഞ്ഞാണ് ഇപ്പോൾ സ്വകാര്യ ബസ് ഉടമകൾ പണിമുടക്കുന്നത്? എന്താണ് അവരുടെ ആവശ്യം? ഫാരിഷ, വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നിരക്കളവുമായി ബന്ധപ്പെട്ട തർക്കത്തിന് ഒടുവിലാണ് ഈ ബസ് പണിമുടക്ക് പ്രഖ്യാപിച്ചത്. ഇന്ന് രാവിലെ ട്യൂഷൻ സെന്ററിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ ഈ സ്വകാര്യ ബസ്സിൽ കയറുകയും ഇവർക്ക് ഈ കൺസെഷൻ നിഷേധിക്കുകയുമായിരുന്നു. ഇവരുടെ കാർഡ് അനുവദനീയമല്ല എന്ന് ബസ് തൊഴിലാളികൾ അറിയിക്കുകയുമായിരുന്നു. തുടർന്ന് ഈ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ഈ ബസ് തടഞ്ഞിട്ടു. ഇതിന് പിന്നാലെ ബസ് തൊഴിലാളികൾ ബസ് റോട്ടിൽ തന്നെ നിർത്തി പണിമുടക്ക് പ്രഖ്യാപിക്കുകയായിരുന്നു. ഈ റോഡിൽ നിർത്തിയതോടെ ഈ മേഖലയിൽ ഗതാഗത തടസ്സം രൂക്ഷമായി. പിന്നാലെ ഈ പ്രദേശത്തുള്ള നാട്ടുകാരും ബസ് തൊഴിലാളികളും തർക്കമായി. പിന്നാലെ പോലീസ് എത്തി ബസ് അവിടെ നിന്ന് മാറ്റാൻ നിർദ്ദേശിച്ചു. ഇപ്പോൾ ബസ് പോലീസ് സ്റ്റേഷന് സമീപമാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഈ പണിമുടക്ക് പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണ്. പോലീസും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുമാണ് ബസ് ഉടമകളും തൊഴിലാളികളുമായി ചർച്ച നടത്തുന്നത്. കഴിഞ്ഞ കുറെ ദിവസമായി ഈ മേഖലയിൽ ഈ റൂട്ടിൽ ഈ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിൽക്കുന്നതായാണ് രക്ഷിതാക്കൾ പറയുന്നത്. മാത്രമല്ല, തിരക്കേറിയ റൂട്ടാണ് നാദാപുരം തലശ്ശേരി റൂട്ടില്. പൊതുജനങ്ങൾ കാര്യമായി ആശ്രയിക്കുന്നത് സ്വകാര്യ ബസ്സുകളെയാണ്. അപ്പോൾ ഈ പണിമുടക്ക് പ്രഖ്യാപിച്ചതോടെ യാത്രക്കാരും വലഞ്ഞിട്ടുണ്ട്. ഫാരിഷ. ശരി, ഷബീർ ഉമറാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ